ഹായ് ഫ്രണ്ട്സ്, PSC എക്സാമുകളിൽ ഇപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടവ. അതിൽ തന്നെ ചുഴലിക്കാറ്റുകളും അവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത്. അപ്പോൾ 2022 മുതൽ 24 വീശിയടിച്ച ചുഴലിക്കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചുഴലിക്കാറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവയെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അറബിക്കടൽ രൂപം കൊണ്ടത് ഏത്, ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ടത് ഏത്, മറ്റ് രാജ്യങ്ങളിൽ നാശം വിതച്ചത് ഏത് എന്ന രീതിയിൽ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അറബിക്കടലിൽ രൂപം കൊണ്ടവയാണ് ബിബർജോയിയും തേജും. ഏതൊക്കെയാണ്? ബിബർജോയി, തേജ്. ബിബർജോയി 2023 ജൂണിലാണ് വീശിയടിച്ചത്. 2023 ജൂണിലാണ് ബിബർജോയി വീശിയടിച്ചത്. ഗുജറാത്ത് തീരത്ത് നാശം വിതച്ചു. ഈ പേര് നൽകിയത് ബംഗ്ലാദേശാണ്. അപ്പോൾ ബിബർജോയി എന്ന പേര് നൽകിയത് ഏത് രാജ്യമാണ്? ബംഗ്ലാദേശാണ്. ബിബർജോയിയുടെ അർത്ഥം ദുരന്തം എന്നാണ്. ദുരന്തം. അടുത്തതാണ് തേജ്. തേജും 2023 ഒക്ടോബറിലാണ് വീശിയടിച്ചത്. തേജ് എന്നാണ് 2023 ഒക്ടോബറിൽ. ബിബർജോയി ആണെങ്കിൽ 2023 ജൂണിൽ. തേജ് 2023 ഒക്ടോബറിൽ വീശിയടിച്ചു. യമൻ, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലാണ് ഇത് നാശം വിതച്ചത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? യമൻ, ഒമാൻ, സൗദി അറേബ്യ. പേര് നൽകിയത് ഇന്ത്യയാണ് തേജ് എന്ന പേര് നൽകിയത്. അപ്പോൾ അറബിക്കടലിൽ വീശിയടിച്ച 2023 വീശിയടിച്ച രണ്ട് ചുഴലിക്കാറ്റുകളാണ് ബിബർജോയി, തേജ്. ഇനി ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അസാനി, മോക്ക, ഹമൂൺ, മിച്ചൗങ് അല്ലെങ്കിൽ മിജങ്, മിഥിലി. ഏതൊക്കെയാണ്? അസാനി, മോക്ക, ഹമൂൺ, മിച്ചൗങ് അല്ലെങ്കിൽ മിഗ്ജം, മിഥിലി. ഇത്രയാണ് ബംഗാൾ ഉൾക്കടൽ വീശിയടിച്ച കാറ്റുകൾ. അപ്പോൾ അസാനി എന്നത് 2022 ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റാണ്. അസാനി 2022 രൂപം കൊണ്ടത്. ഇന്ത്യൻ തീരപ്രദേശങ്ങളെയാണ് ഇത് സാരമായിട്ട് ബാധിച്ചത്. സാരമായി ബാധിച്ചു. പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്. അപ്പോൾ അസാനി എന്ന പേര് നൽകിയത് ആരാണ്? ശ്രീലങ്കയാണ്. അസാനി എന്ന വാക്കിനർത്ഥം ഉഗ്രകോപം. അസാനി ഉഗ്രകോപം. പേര് നൽകിയത് ശ്രീലങ്ക. ഇന്ത്യൻ പ്രദേശങ്ങളെയാണ് സാരമായി ബാധിച്ചത്. 2022 അസാനി ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. അടുത്ത ചുഴലിക്കാറ്റാണ് മോക്ക. ഇതും ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. ഇത് 2023 മെയ്യിലാണ് മോക്ക. അപ്പം മോക്ക 2023 മെയ്. മോക്ക 2023 മെയ്യിലാണ് രൂപം കൊണ്ടത്. മ്യാൻമാർ, ബംഗ്ലാദേശ് തീരപ്രദേശങ്ങളിലാണ് ഇത് നാശം വിതച്ചത്. മ്യാൻമാറിലും ബംഗ്ലാദേശിൻ്റെ തീരപ്രദേശങ്ങളിലുമാണ് മോക്ക നാശം വിതച്ചത്. ഇതിന് പേര് നൽകിയത് യമനാണ് മോക്ക എന്ന പേര് നൽകിയത്. അടുത്തതാണ് ഹമൂൺ 2023 ഒക്ടോബറിലാണ് രൂപം കൊണ്ടത്. 2023 ഒക്ടോബറിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ ബംഗ്ലാദേശിലാണ് നാശം വിതച്ചത്. ഹമൂൺ എവിടെയാണ് നാശം വിതച്ചത്? ബംഗ്ലാദേശിലാണ് നാശം വിതച്ചത്. ഹമൂൺ എന്ന പേര് നൽകിയത് ഇറാനാണ്. ഹമൂൺ എന്ന പേര് നൽകിയത് ആരാണ്? ഇറാനാണ്. ഹമൂൺ എന്ന വാക്കിനർത്ഥം ചതുപ്പ് എന്നാണ്. അപ്പോൾ ഹമൂൺ എന്താണ്? ചതുപ്പ്. അസാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അസാനി എന്ന് പറഞ്ഞാൽ ഉഗ്രകോപം. ബിബർജോയിയോ? ദുരന്തം. അസാനി ഉഗ്രകോപം. ഹമൂൺ ചതുപ്പ്. അസാനിക്ക് പേര് നൽകിയത് ശ്രീലങ്ക. മോക്കയ്ക്ക് പേര് നൽകിയത് യമൻ. ഹമൂണിന് പേര് നൽകിയത് ഇറാൻ. ബിബർജോയിയുടെ ഓർമ്മയുണ്ടല്ലോ. ബിബർജോയിക്ക് പേര് നൽകിയത് ആരാണ്? ബിബർജോയിക്ക് പേര് നൽകിയത് ബംഗ്ലാദേശാണ്. ബിബർജോയിക്ക് പേര് നൽകിയത്. തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യയാണ്. തേജിന് പേര് നൽകിയത് ഇന്ത്യ. അടുത്ത ചുഴലിക്കാറ്റാണ് മിച്ചൗങ് അല്ലെങ്കിൽ മിഗ്ജം. 2023 നവംബറിലാണ് മിച്ചൗങ് ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടത്. 2023 നവംബറിൽ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരമേഖലയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. മിച്ചൗങ് എന്ന പേര് നൽകിയത് മ്യാൻമാറാണ്. മ്യാൻമാർ. അപ്പോൾ മിച്ചൗങ്ങിൻ്റെ അർത്ഥം എന്താണ്? മിച്ചൗങ്ങിൻ്റെ അർത്ഥം കരുത്ത് എന്നാണ്. കരുത്ത്. മിച്ചൗങ് കരുത്ത് അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷി എന്നൊക്കെയാണ് എന്തിനർത്ഥം? മിച്ചൗങ് അല്ലെങ്കിൽ മിഗ്ജം എന്ന വാക്കിനർത്ഥം. അപ്പം മിഗ്ജൗങ് എന്ന പേര് നൽകിയത് ആരാണ്? മ്യാൻമാർ. എവിടെയാണ് നാശം വിതച്ചത്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. 2023 നവംബറിലാണ് വീശിയടിച്ചത്. 2023
നവംബർ. അടുത്ത ചുഴലിക്കാറ്റാണ് മിഥിലി. മിഥിലി 2023 നവംബറിൽ തന്നെ വീശിയടിച്ച മറ്റൊരു ചുഴലിക്കാറ്റാണ് മിഥിലി. 2023 നവംബറിൽ തന്നെ വീശിയടിച്ച മറ്റൊരു കാറ്റാണ് മിഥിലി. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് നാശം വിതച്ചത്. എവിടൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നല്ലതുപോലെ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് മിഥിലി. മിഥിലിക്ക് പേര് നൽകിയത് മാലിദ്വീപാണ്. മിഥിലി, മാലിദ്വീപ്. മിഥിലി, മാലിദ്വീപ്. മിഥിലി എന്ന വാക്കിനർത്ഥം വലിയ മരം എന്നാണ്. മിഥിലി എന്ന വാക്കിനർത്ഥം എന്താണ്? വലിയ മരം. അപ്പോൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട കാറ്റുകൾ നമുക്കൊന്നും കൂടെ നോക്കാം. അറബിക്കടലിൽ രൂപം കൊണ്ടത് ബിബർജോയി, തേജ്. ബിബർജോയിയും തേജും അറബിക്കടലിൽ രൂപം കൊണ്ടു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടത് ഏതൊക്കെയാണ്? അസാനി, മോക്ക, ഹമൂൺ, മിച്ചൗങ്, മിഥിലി. ഏതൊക്കെയാണ്? അസാനി, മോക്ക, ഹമൂൺ, മിച്ചൗങ്, മിഥിലി. ബിബർജോയി എന്ന വാക്കിനർത്ഥം ദുരന്തമെന്നാണ്. അസാനി എന്ന് പറഞ്ഞാൽ ഉഗ്രകോപം, ഹമൂൺ എന്ന് പറഞ്ഞാൽ ചതുപ്പ്, മിച്ചൗങ് അല്ലെങ്കിൽ മിഗ്ജം എന്ന് പറഞ്ഞാൽ കരുത്ത് അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷി. മിഥിലി എന്നാൽ വലിയ മരം. മിഥിലി, വലിയ മരം. എങ്കിൽ മറ്റ് രാജ്യങ്ങളെ ബാധിച്ച പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2022 ഏപ്രിൽ രൂപം കൊണ്ട മേഗി എന്ന ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ്. അപ്പം മേഗി, ഫിലിപ്പീൻസ്. 2022 ഏപ്രിലാണ് രൂപം കൊണ്ടത് മേഗി, ഫിലിപ്പീൻസ്. ഈ 2022 സെപ്റ്റംബറിൽ രൂപം കൊണ്ടതാണ് ഇയാൻ. ഇയാൻ ക്യൂബയിലാണ് നാശം വിതച്ചത്. ഇയാൻ, ക്യൂബ. അപ്പം മേഗി, ഫിലിപ്പീൻസ്, ഇയാൻ, ക്യൂബ. 2022 രൂപം കൊണ്ട മറ്റൊരു ചുഴലിക്കാറ്റാണ് ചബ. ചബ, ചൈന. ചബ, ചൈന. മേഗി, ഫിലിപ്പീൻസ്, ഇയാൻ, ക്യൂബ, ചബ, ചൈന. ഇത്രയും പറഞ്ഞത് ഈ 3 പേരുകൾ 2022 രൂപം കൊണ്ട ചുഴലിക്കാറ്റുകളാണ്. എന്നാൽ 2023 രൂപം കൊണ്ട ചുഴലിക്കാറ്റുകളാണ് 2023 ഫെബ്രുവരിയിൽ ഗബ്രിയേൽ, ന്യൂസിലൻഡിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഗബ്രിയേൽ. ഇപ്പോൾ 2023 ഫെബ്രുവരിയിൽ വീശിയടിച്ച കാറ്റാണ് ഗബ്രിയേൽ. ന്യൂസിലൻഡിലാണ് നാശം വിതച്ചത്. 2023 ഓഗസ്റ്റിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇഡാലിയ. ഇഡാലിയ USA നാശം വിതച്ചത്. ഇഡാലിയ, USA. ഗബ്രിയേൽ, ന്യൂസിലൻഡ്. ഇഡാലിയ, USA. ഇനി 2023 ഓഗസ്റ്റിൽ തന്നെ രൂപം കൊണ്ട മറ്റൊരു കാറ്റാണ് ഖാനൂൻ. ഖാനൂൻ എവിടെയാണ് നാശം വിതച്ചത്? ജപ്പാൻ, ദക്ഷിണ കൊറിയ. ജപ്പാൻ, ദക്ഷിണ കൊറിയ രാജ്യങ്ങളിൽ നാശം വിതച്ച കാറ്റാണ് ഖാനൂൻ. 2023 സെപ്റ്റംബറിൽ രൂപം കൊണ്ടതാണ് ഹായ്കുയ്, തായ്വാൻ. ഹായ്കുയ്, തായ്വാനെയാണ് ബാധിച്ചത്. ഹായ്കുയ് ഏത് രാജ്യത്താണ് ബാധിച്ചത്? തായ്വാൻ. 2023 ഒക്ടോബറിൽ രൂപം കൊണ്ട കാറ്റാണ് ഓട്ടിസ്. മെക്സിക്കോയിലാണ് നാശം വിതച്ചത്. ഓട്ടിസ് എവിടെയാണ്? മെക്സിക്കോ. അപ്പോൾ ഗബ്രിയേൽ, ന്യൂസിലൻഡ്. ഇഡാലിയ, USA. ഖാനൂൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഹായ്കുയ്, തായ്വാൻ. ഓട്ടിസ്, മെക്സിക്കോ. ഇത്രയും കാറ്റുകൾ 2023 നാശം വിതച്ചവയാണ്. എങ്കിൽ 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഇഷ. 2024 ജനുവരിയിൽ ഇഷ ഏത് രാജ്യങ്ങളെയാണ് ബാധിച്ചത്? ബ്രിട്ടൻ, അയർലൻഡ്. ബ്രിട്ടനെയും അയർലൻഡിനെയും സാരമായി ബാധിച്ച ചുഴലിക്കാറ്റാണ് ഇഷ. 2024 ജനുവരിയിലാണ് രൂപം കൊണ്ടത്. 2024 ജനുവരിയിൽ തന്നെ രൂപം കൊണ്ട മറ്റൊരു ചുഴലിക്കാറ്റാണ് ബെലാൻ. എന്താണ്? ബെലാൻ റീയൂണിയൻ ഐലൻഡിൽ സാരമായി ബാധിച്ച കാറ്റാണ് ബെലാൻ. മൗറീഷ്യസിൻ്റെയും റഷ്യയുടെയും നിയന്ത്രണത്തിലുള്ള ഒരു ഐലൻഡാണ് റീയൂണിയൻ ഐലൻഡ്. ഈ റീയൂണിയൻ ഐലൻഡിനെ സാരമായി ബാധിച്ച ചുഴലിക്കാറ്റാണ് ബെലാൻ. 2024 ജനുവരിയിലാണ് ഇത് വീശിയടിച്ചത്. ഇനി 2024 മെയ്യിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് റെമാൽ. എന്താണ്? റെമാൽ. 2024 മെയ്യിൽ വീശിയടിച്ച കാറ്റാണ് റെമാൽ. ഇത് രൂപം കൊണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് രൂപം കൊണ്ടത്. എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് റെമാൽ രൂപം കൊണ്ടത്. 2024 മെയ്യിൽ ഇത് പശ്ചിമ ബംഗാളിനെയും ബംഗ്ലാദേശിനെയും സാരമായി ബാധിച്ചു. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിനെയും പിന്നെ ബംഗ്ലാദേശ് രാജ്യത്തെയും സാരമായി ബാധിച്ച കാറ്റാണ് റെമാൽ. പിന്നെ വരുന്ന പരീക്ഷകൾ സാധാരണ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത് ഈ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട കാറ്റുകളാണ്. അതിൽ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടതായിരിക്കും ചോദിക്കാൻ കുറച്ചും കൂടെ ചാൻസ് കൂടുതൽ. അവയുടെ അർത്ഥവും അതിന് പേര് നൽകിയ ഏത് രാജ്യമാണെന്നും ഏത് വർഷമാണെന്നും ഡേറ്റും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ബിബർജോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തം എന്നാണ് അർത്ഥം. ബിബർജോയ് ദുരന്തം എന്നാണ് അർത്ഥം. അസാനി ഉഗ്രകോപം എന്നാണ് അർത്ഥം. അസാനി എന്ന വാക്കിനർത്ഥം എന്താണ്? ഉഗ്രകോപം. ഹമൂൺ ആണെങ്കിലോ? ഹമൂൺ എന്ന് പറഞ്ഞാൽ ചതുപ്പ്. ഹമൂൺ, ചതുപ്പ്.
മിച്ചോങ് അല്ലെങ്കിൽ മിഗ്ജം എന്നാൾ എന്താണ്? കരുത്ത് അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷി. പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷി എന്നാണ് മിച്ചോങ് എന്ന വാക്കിനർത്ഥം. മിഥിലി എന്നാൽ വലിയ മരം എന്നാണ്. മിഥിലി എന്നാൽ എന്താണ്? വലിയ മരം. അപ്പം ചുഴലിക്കാറ്റ് കൂടാതെ ഭൂകമ്പങ്ങളും പല രാജ്യങ്ങളിലും പ്രശ്നം വിധിച്ചിട്ടുണ്ട്. അതിലെ 2023 ഏപ്രിലിൽ 7.3 റിക്ടർ സ്കെയിലിൽ റീഡിംഗ് കാണിച്ച പിന്നെ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 2023 ഏപ്രിൽ 7.3 റിക്ടർ സ്കെയിലിൽ റീഡിംഗ് കാണിച്ചത് ഇന്തോനേഷ്യ. 2023 നവംബറിൽ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? നേപ്പാളിലാണ്. റിക്ടർ സ്കെയിലിൽ 6.4 രേഖപ്പെടുത്തിയത്. 6.4 രേഖപ്പെടുത്തിയത് നേപ്പാളിലാണ്. നേപ്പാളിൽ 2021 നവംബറിൽ. 2024 ജനുവരിയിൽ 7.6 റിക്ടർ സ്കെയിലിൽ 7.6 രേഖപ്പെടുത്തിയതാണ് ജപ്പാൻ. അപ്പം ജപ്പാനിലെ ഭൂകമ്പം എത്രയാണ് രേഖപ്പെടുത്തിയത്? 7.6. 7.3 ഇന്തോനേഷ്യ, 6.4 നേപ്പാൾ, 7.6 ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചുഴലിക്കാറ്റ് ഏതാണ്? ലോകത്തിലെ ഇതുവരെ വീശിയടിച്ചതിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്നത്, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചുഴലിക്കാറ്റ് എന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രെഡിയാണ്. ഫ്രെഡി 2023 ഫെബ്രുവരി 4 രൂപപ്പെട്ട് 2023 മാർച്ച് 14 വരെ ഏകദേശം 5 ആഴ്ചയും 3 ദിവസവും നീണ്ടു നിന്ന വലിയൊരു ചുഴലിക്കാറ്റാണ് ഫ്രെഡി. ഇത് വടക്കൻ ഓസ്ട്രേലിയൻ തീരത്ത് രൂപം കൊണ്ട് സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക, സാംബിയ, മലാവി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ബാധിച്ച ഒരു വലിയ ചുഴലിക്കാറ്റാണ് ഫ്രെഡി. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചുഴലിക്കാറ്റ് എന്ന് അഭിപ്രായപ്പെട്ടത് ഏതാണ്? ഫ്രെഡിയാണ്. ഫ്രെഡി. ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.